നീലിമയുടെയും അവളുടെ കാമുകൻ ആദിയുടെയും വിവാഹം നടക്കാൻ ഒരാഴ്ച മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വിവാഹത്തിനു മുൻപ് നീലിമയ്ക്ക് ആരോ ഒരാളുമായി കിടക്ക പങ്കിടേണ്ടി വന്നു. നീലിമയെ ആ പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അഞ്ജലിയായിരുന്നു. അഞ്ജലി നീലിമയുടെ രണ്ടാനമ്മയിൽ അവളുടെ അച്ഛനുണ്ടായ അവളുടെ സഹോദരി. എന്നാലൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആയാലോ? ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് ലഹരി കലർത്തിയൊരു പാനീയം നീലിമയ്ക്ക് കൊടുത്തതും ബോധം പോയ നീലിമയെ അവളെപ്പോലെ തന്നെ ബോധമില്ലാതെ കിടക്കുകയായിരുന്ന ഏതോ ഒരുത്തന്റെ മുറിയിലേക്ക് തള്ളിയിട്ടതും അഞ്ജലിയായിരുന്നു. ചേച്ചി ചേച്ചി നമ്മളെ എല്ലാരെയും ചതിച്ചു. അയ്യോ പാവം, ഈ ആദ്യം ചതിച്ചു. നീലിമ രാത്രിയിൽ ആരുടെയോ കൂടെ ഹോട്ടലിൽ ചിലവഴിച്ചു എന്ന് അഞ്ജലി പറഞ്ഞതനുസരിച്ചാണ് ആദിയും വാസുദേവനും രാവിലെ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് എത്തുന്നത്. കോറിഡോറിലേക്ക് അവർ ഓടിയെത്തുമ്പോഴാണ് നീലിമയുടെ മുറിയിൽ നിന്നും ഷർട്ട് ധരിച്ചുകൊണ്ടൊരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവർ കണ്ടത്. അതാരാണെന്നറിയാൻ ആദി ആ യുവാവിന്റെ പുറകെ പോയെങ്കിലും അപ്പോഴേക്കും അയാൾ ലിഫ്റ്റിൽ കയറിപ്പോയിരുന്നു. അവൾക്ക് മുൻപിൽ നിന്നിരുന്നത് നീലിമയുടെ പ്രതിശ്രുത വരൻ ആദിയായിരുന്നു. അത് അവളുടെ അച്ഛൻ വാസുദേവനായിരുന്നു. അതിലും അവളെ വേദനിപ്പിച്ചത് അച്ഛന്റെ അടുത്ത് നിന്ന് ഇതെല്ലാം ആസ്വദിച്ചിരുന്ന അഞ്ജലിയെ കണ്ടപ്പോഴായിരുന്നു. വലിയൊരു പണക്കാരനെയാണ് നീലിമ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ ശ്വാസം മുട്ടിയാണ് അഞ്ജലിയും അവളുടെ അമ്മ സത്യഭാമയും അഞ്ജലിയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ആദിയുടെയും നീലിമയുടെയും വിവാഹം നടത്തരുതെന്ന് അവർ അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. അതിനായി അമ്മയും മകളും ചേർന്നുണ്ടാക്കിയ പ്ലാനാണ് അവർ കരുതിയതിനേക്കാളും വലിയ രീതിയിൽ ഇപ്പോൾ സക്സസ് ആയിരിക്കുന്നത്. സന്തോഷത്തോടെ പോവുകയായിരുന്ന എന്റെ ആദിയുടെയും ജീവിതം തകർക്കാൻ എന്റെ സഹോദരി തന്നെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. പിന്നീട് നടന്നതെല്ലാം അഞ്ജലിയും സത്യഭാമയും പ്ലാൻ ചെയ്തതുപോലെ തന്നെയായിരുന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന നീലിമ തന്നെ ചതിച്ചത് ഉൾക്കൊള്ളാൻ സാധിക്കാതിരുന്ന ആദിയെ ആശ്വസിപ്പിക്കാൻ എന്ന മട്ടിൽ അഞ്ജലി ഒപ്പം കൂടി. ആദിയെ സ്വന്തമാക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. ഈ ഒരുമ്പെട്ടവള് കാരണം എന്റെ കുടുംബത്തിന്റെ മാനം തന്നെ അങ്ങ് പോയി. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. എടുക്കാനുള്ളൊക്കെ എടുത്തോ. അപ്പോഴേക്ക് അച്ഛനൊരു പ്രധാന തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. വീട്ടിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചതുപോലെ എന്നെ ലണ്ടനിലേക്ക് പറഞ്ഞുവിടാൻ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചു. മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് അനുസരിക്കേണ്ടി വന്നു. എന്റെ ജീവിതം ഇല്ലാതാക്കിയ ആ ഒരുത്തൻ ആരാണ്? അവനിപ്പോ എവിടെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നായാലും എനിക്ക് അറിയുക തന്നെ വേണം. നീലിമ കാത്തിരുന്ന ആ ഒരാൾ അവനായിരുന്നു സിദ്ധാർത്ഥ്. അന്നത്തെ രാത്രിയിൽ നീലിമയുടെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ അതിഥിയായി വന്ന സിദ്ധാർത്ഥ് വൈകിയാണെങ്കിലും അയാൾ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞിരുന്നു. ആ രാത്രിയിൽ തനിക്കൊപ്പം ചെലവഴിച്ച പെൺകുട്ടിയുടെ മുഖം പോലും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. ലഹരിക്ക് അടിമപ്പെട്ട് തിരുത്താനാകാത്തൊരു തെറ്റ് ചെയ്തിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നും എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഈ ലോകത്തെവിടെയാണെങ്കിലും അവളെ കണ്ടുപിടിച്ച് മാപ്പ് ചോദിക്കണം. ഇപ്പൊ അവൾ എവിടെയായിരിക്കും? സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ നീണ്ട 5 വർഷങ്ങൾ അപ്പോഴേക്കും കടന്നുപോയിരുന്നു. അന്നത്തെ രാത്രിയിൽ നടന്ന ചതിയുടെ സമ്മാനമായി നീലിമയ്ക്കൊരു മകൻ ജനിച്ചിരുന്നു. ഒരു ദിവസം അച്ചുവിന്റെ കുസൃതികൾക്ക് പിറകെ ഓടുമ്പോഴാണ് അവളെ തേടി ആ ഫോൺ കോൾ എത്തിയത്. ഫോണിൽ തെളിഞ്ഞ പേര് കണ്ട് നീലിമയുടെ മുഖം ചുവന്നു. ഞാൻ ജീവനോടെയുള്ള കാര്യം അച്ഛൻ ഓർമ്മയുണ്ടോ? ഞാൻ വിളിച്ചത് നിന്റെ അനിയത്തിയുടെ കല്യാണം ക്ഷണിക്കാനാ. വരനെ നിനക്ക് നന്നായിട്ട് അറിയാം. വേറെ ആരുമല്ല, നമ്മുടെ ആദ്യ തന്നെ. ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ല, നിന്റെ മുത്തശ്ശിക്ക് വേണ്ടി നീ വരണം. പറ്റില്ല എന്നാണെങ്കിൽ ശരി, അത് നിന്റെ ഇഷ്ടം. തന്റെ ജീവിതം തകർത്ത അഞ്ജലിയുടെ വിവാഹത്തിന് പോകണ്ട എന്ന് നീലിമ ആദ്യം കരുതിയെങ്കിലും നീലിമ അറിയേണ്ട ഒരു രഹസ്യം സമയമാകുമ്പോൾ പറഞ്ഞു തരാമെന്ന് മുത്തശ്ശി മുൻപ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവളെ തീരുമാനം മാറ്റാൻ പ്രേരിപ്പിച്ചു. ഇന്ത്യയിലേക്ക് പോകാൻ അവൾ തീരുമാനിക്കുന്നു. അവന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ. രക്തത്തെ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത്. അവൻ പോലും അറിയാതെ ആ വാക്കുകൾ അച്ചുവിൽ നിന്നും പുറത്തേക്ക് വന്നു. അച്ഛാ, എന്റെ അച്ഛനല്ലേ? എനിക്കറിയാം എന്റെ അച്ഛൻ തന്നെയാണെന്ന്. അച്ഛാ, ഞാൻ നിന്റെ അച്ഛനല്ല. കള്ളം പറയണ്ട. എന്റെ അച്ഛൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അമ്മേ, ദേ അച്ഛൻ. സോറി സർ, മോൻ അറിയാതെ പറഞ്ഞു പോയതാ.
സത്യം പറഞ്ഞു, ആരാ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്റെ ഇമേജ് സ്പോയിൽ ചെയ്യാൻ എത്ര രൂപ തരാന്ന് അവർ ഓഫർ ചെയ്ത്? ഇങ്ങനെ കാശ് ഉണ്ടാക്കിയിട്ടാണോ നീ നിന്റെ മോനെ വളർത്തുന്നത്? ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. താൻ ആരായാലും എനിക്കെന്താടോ? സ്ത്രീകളോടും കുട്ടികളോടും ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കേ. ഇതൊന്നും തന്റെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എന്റെ വീട്ടിൽ പഠിപ്പിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ല, സ്വന്തം കുട്ടിക്ക് അച്ഛൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അതോ നിനക്ക് തന്നെ അറിയില്ലേ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്? ശരിയാ മിസ്റ്റർ, എനിക്കെന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ എന്റെ മോനോട് ഒന്ന് പറഞ്ഞോളാം, നിന്നെപ്പോലൊരാളല്ല അവന്റെ അച്ഛനെന്ന്. നീലിമയുടെ മറുപടി സിദ്ധാർത്ഥിനെ ശരിക്കും വിഷമിപ്പിച്ചു. അച്ചു വാഷ്റൂമിൽ മറന്നുവെച്ച റുബിക്സ് ക്യൂബ് കണ്ടതോടുകൂടി അങ്ങനെയൊരു ചോദ്യം അവളോട് ചോദിക്കണ്ടായിരുന്നു എന്ന് സിദ്ധാർത്ഥിന് തോന്നി. നീലിമയെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്നത് അഞ്ജലിയും ആദിയുമായിരുന്നു. അതേസമയം ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ അഞ്ജലി നിഷ്കളങ്ക ഭാവത്തിൽ അച്ചുവിനെ കൊഞ്ചിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ നീലിമയുടെ ദേഷ്യം ഇരട്ടിയായി. എന്റെ മോന്റെ അടുത്ത് നിന്റെ അഭിനയൊന്നും വേണ്ട. അയ്യോ ചേച്ചി, എന്തൊക്കെയാ പറയുന്നേ? നീ നേടണമെന്ന് കരുതിയതൊക്കെ നിനക്ക് കിട്ടിയില്ലേ? ഞാൻ നിന്റെ കല്യാണം കൂടാൻ വന്നൊന്നുമല്ല. അയ്യോ, എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. അയ്യോ ആദ്യം ഇത് കേട്ടോ? ആദ്യക്ക് ഞാൻ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? നീ എന്താ നിന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? കല്യാണം കഴിക്കാതെ ഒരു കുട്ടിയുമായിട്ട് വന്ന നിന്നേക്കാളും 1000 മടങ്ങ് മിടുക്കി തന്നെയാ അഞ്ജലി. എന്തായാലും നല്ല പഠിപ്പാ കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കാലം കാത്തുവെച്ച മുഹൂർത്തമായിരുന്നിരിക്കണം ഇത്. ദേഷ്യത്തോടെ ആദിക്കരികിലേക്ക് ചെന്ന് അവനെ കുത്തിനു പിടിച്ചു. സ്ത്രീകളോടും കുട്ടികളോടും എങ്ങനെയാ പെരുമാറേണ്ടെന്ന് നിന്റെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല? കുറച്ചു മുമ്പ് വാഷ്റൂമിൽ വെച്ച് തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ ആള് തന്നെയാണോ ഇതെന്ന് നീലിമയ്ക്ക് സംശയം തോന്നി. ഏയ് വിട മോളെ, നിന്നോട് മോനെയും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലേ? അതിനിടയില് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവരൊക്കെ ആയിട്ട് എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കി സമയം കളയുന്നത്? അമ്മയല്ല അച്ഛാ, ദേ ഇവനാ വഴക്കുണ്ടാക്കിയത്. മോനെ ശരി, വിട്ടേക്ക്. വാ മോനെ, ആ ബാഗ് എടുത്തേക്ക്. തന്റെ കൺമുമ്പിൽ നടക്കുന്നത് എന്താണെന്ന് നീലിമയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒരു അപരിചിതൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? തന്റെ മുൻപിൽ മറ്റു വഴികളൊന്നുമില്ലാത്തതിനാൽ സിദ്ധാർത്ഥിന്റെ കൂടെ പോകാൻ നീലിമ തീരുമാനിച്ചു. സിദ്ധാർത്ഥ് അച്ചുവിനെയും നീലിമയെയും തന്റെ ലിമിറ്റഡ് എഡിഷൻ കാറിൽ കൊണ്ടുപോകുന്നത് അഞ്ജലി അസൂയയോടെ നോക്കി നിന്നു. നീലിമയുടെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അവളും അവളുടെ ആ നശിച്ച ചെറുക്കനും കൂടി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൂടെ ഇതൊരു വലിയ പണക്കാരനും വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ കരുതിയത് അവള് വളച്ചെടുത്ത് ഏതോ പുതിയ ആളാണെന്നാ. പക്ഷേ അവളുടെ ആ പിഴച്ച കൊച്ച് അവനെ അച്ഛാന്നാ വിളിച്ചത്. അതവളുടെ ഹസ്ബൻഡ് ആണെന്നാ തോന്നുന്നേ. എന്താ പറഞ്ഞേ? ഹസ്ബൻഡോ? ടെൻഷൻ ആവാതെ സുധാകര, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. എങ്ങനെ? നിന്റെ മൂത്ത മകള് ഫോറിനിൽ നിന്ന് വരുമ്പോ എനിക്ക് കെട്ടിച്ചു തരാന്ന് പറഞ്ഞല്ലേ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആ ഉറപ്പിന്റെ പുറത്തല്ലേ നീ പറഞ്ഞ എല്ലാ ഇൻവെസ്റ്റ്മെന്റും നിന്റെ പേരിൽ ചെയ്തത്? എന്നിട്ട് ഇപ്പൊ എന്നെ ചതിക്കാനാണോ പ്ലാൻ? നീ പേടിക്കണ്ട സുധാകര, നിനക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. നീലിമ നിനക്കുള്ളത് തന്നെയാണ്. ഇനി ആ കിളവി നീലിമയുടെ രഹസ്യങ്ങളൊക്കെ തുറന്നു പറയൂ. നീലിമയുടെ അമ്മയ്ക്ക് സംഭവിച്ചത് നീലിമയ്ക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ കിളവിയെല്ലാം രഹസ്യമായിട്ട് തന്നെ വെക്കും. മോനൊരു കാര്യം ചെയ്യ്, അഞ്ജലിയുമായി അവിടെ ചെന്ന് വേറെന്തെങ്കിലും പറഞ്ഞ് അവളെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരണം. വാസുദേവൻ പറഞ്ഞത് കേട്ട് ആദിയും അഞ്ജലിയും നീലിമയെ കൂട്ടിക്കൊണ്ടുവരാൻ അവിടെ നിന്നും ഇറങ്ങി. നീലിമയുടെ അമ്മയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? മുത്തശ്ശിയുടെ വീട്ടിൽ നീലിമയെയും അച്ചുവിനെയും ഡ്രോപ്പ് ചെയ്യുന്ന സിദ്ധാർത്ഥ് അച്ചു വാ. തന്റെ കൺമുമ്പിൽ നിൽക്കുന്നത് സ്വന്തം മകനാണെന്ന സത്യം മനസ്സിലാക്കാതെ അവിടെ നിന്നും മടങ്ങുന്ന സിദ്ധാർത്ഥ്. 5 വർഷങ്ങൾ കഴിഞ്ഞാണ് നീലിമ തന്റെ മുത്തശ്ശി മാധവിയെ കാണുന്നത്. മാധവി നീലിമയുടെ അമ്മയുടെ അമ്മയാണ്. തന്റെ പേരക്കുട്ടിയെ അന്നാദ്യമായിട്ടായിരുന്നു മുത്തശ്ശി നേരിൽ കാണുന്നത്. മുത്തശ്ശിയുടെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അണ പൊട്ടിയൊഴുകി. നീലിമയെക്കുറിച്ചുള്ള രഹസ്യം എന്നെങ്കിലും ഒരു നാൾ തുറന്നു പറയാൻ വേണ്ടി മുത്തശ്ശി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോഴേക്കും ആദിയോടൊപ്പം അഞ്ജലി അവിടെ എത്തിയിരുന്നു. മുത്തശ്ശി, ചേച്ചിയുടെ ഹസ്ബൻഡ് എവിടെയെന്ന്? ഹസ്ബൻഡോ? അതേ മുത്തശ്ശി, ആ ചേട്ടനല്ലേ ചേച്ചി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തത്? ഹസ്ബൻഡാണോ മോളെ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയത്? അതേ മുത്തശ്ശി, അതാ എന്റെ അച്ഛൻ. പിന്നെ വരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയത്. കണ്ടില്ലേ, ചേച്ചി കല്യാണം കഴിച്ചതോ പറഞ്ഞില്ല. അത് പോട്ടെ മുത്തശ്ശി, ഇത്രയും വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന മോളെ ഒന്ന് കാണണമെന്ന് നമ്മുടെ അച്ഛനും ആഗ്രഹം കാണില്ലേ ചേച്ചി? അതിനു വേണ്ടിയെങ്കിലും ഒന്ന് അങ്ങോട്ട് വന്നൂടെ ചേച്ചി?
ഇത്രയും വർഷം കാണാത്തതുകൊണ്ട് അച്ഛൻ ചിലപ്പോ എല്ലാം മറന്നു കാണും. എന്ത് നടക്കും എന്നറിയില്ലെങ്കിലും ഇവരുടെ കൂടെ പോയി നോക്കുന്നതാ നല്ലത്. നിന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. നീ വീട്ടിലോട്ട് വാടി. അച്ഛന്റെ പ്ലാനൊക്കെ മുന്നിൽ നിന്ന് നടത്തുന്നത് ഈ ഞാനായിരിക്കും. എന്റെ മുന്നിൽ വെച്ച് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അഞ്ജലി പറഞ്ഞത്. ഇവരെല്ലാവരും ചേർന്ന് നീലിമയോട് എന്തോ ദ്രോഹം ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അത്? ഇനി ഞാനും നീലിമയെ മനസ്സിലാക്കാതെയാണോ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്? താൻ എത്തിപ്പെടാൻ പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കാതെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അഞ്ജലിയോടൊപ്പം പോകാൻ നീലിമ തീരുമാനിച്ചു. താൻ വിരിച്ച വലയിൽ തന്നെ നീലിമ വന്നു വീണ സന്തോഷത്തിൽ അഞ്ജലി നീലിമയെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഇന്നാണ് ആദിയുടെയും അഞ്ജലിയുടെയും വിവാഹ നിശ്ചയം. വാസുദേവനും സത്യഭാമയും ഓടി നടന്ന് ഉത്സാഹത്തോടെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. വിവാഹ നിശ്ചയ വേദിയിൽ നിൽക്കുകയായിരുന്നു ആദി. വാസുദേവൻ അപ്പോൾ അവിടേക്ക് വന്നു. മോനെ ആദി, അഞ്ജലിയെ താഴ്ത്തും തലയിലും വെക്കാതെയാ ഞാൻ വളർത്തിയത്. നിനക്കറിയാലോ. അറിയാം അങ്കിൾ. അവളെ പൊന്നുപോലെ നോക്കിക്കോണം കേട്ടോ. അവളുടെ മുഖമൊന്ന് വാടിയാ പോലും ഞാൻ സഹിച്ചെന്ന് വരില്ല. ആ പറഞ്ഞതിൽ നേരിയ ഭീഷണിയുള്ളതുപോലെ ആദിക്ക് തോന്നി. അങ്കിൾ പേടിക്കണ്ട, ഞാൻ അവളെ പൊന്നുപോലെ നോക്കും, പോരെ? ആദി വാസുദേവന്റെ കയ്യിൽ അമർത്തി ഉറപ്പ് കൊടുക്കുന്നത് പോലെ പറഞ്ഞു. മതി മോനെ. വാസുദേവൻ കണ്ണു തുടച്ചു. അയാൾക്ക് അഞ്ജലിയോട് മറ്റാരേക്കാളും സ്നേഹമുണ്ട് എന്ന് ആദിക്ക് മനസ്സിലായി. ഉടനെ എന്തോ ഓർത്ത് വാസുദേവൻ പറഞ്ഞു, ഇപ്പോ എന്റെ പേടി അതല്ല. നീലിമ ആ ചെക്കനെയും കൊണ്ട് നാട്ടിലേക്ക് വന്നത് ആകെ കുഴപ്പമായി. അടുത്ത ബന്ധുക്കൾക്ക് പോലും ഇതൊന്നും അറിയില്ല. എല്ലാവരോടും എന്ത് പറയുമെന്ന പേടി. അങ്കിള് ടെൻഷനാവണ്ട, ആരും ഒന്നും അറിയില്ല. ആദി പറഞ്ഞു. ഹാ, പിന്നെ മോനെ, ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമയെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ പറ്റിയ നമ്മൾ രക്ഷപ്പെട്ടു. പുള്ളി വന്നാ ഒന്ന് പരിചയപ്പെട്ടേക്ക്. ഓക്കെ അങ്കിൾ. മോള് പോയി ആദിക്കൊപ്പം ഇരിക്കെ, ചടങ്ങ് നടക്കട്ടെ, വാസുദേവൻ പറഞ്ഞു. അല്പസമയത്തിനകം ആദിയും അഞ്ജലിയും പരസ്പരം മോതിരമിട്ടു. നീലിമ അപ്പോൾ തന്റെയും ആദിയുടെയും വിവാഹ നിശ്ചയ ദിവസം ഓർത്തുപോയി. അവൾക്കപ്പോൾ എന്തോ അസ്വസ്ഥത തോന്നി. അവിടെ നിന്നും പോവാനായി അവൾ എഴുന്നേറ്റു. അമ്മ, എന്തു പറ്റി? അശ്വിൻ ചോദിച്ചു. ഒന്നുമില്ല അച്ചു, അമ്മയ്ക്കേ തലവേദനിക്കുന്നു, നീലിമ പറഞ്ഞു. അമ്മ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. നീലിമ എന്തെങ്കിലും പറയും മുൻപേ അശ്വിൻ ഓടിപ്പോയി. അവൻ എങ്ങോട്ടാ ഓടുന്നതെന്ന് മനസ്സിലാവാതെ നീലിമ നിന്നു. അശ്വിൻ അതിഥികൾക്ക് കുടിക്കാൻ വെച്ച ജ്യൂസുമായി തിരികെ വന്നു. അതവൻ അമ്മയ്ക്ക് നേരെ നീട്ടി. ഇന്നാ അമ്മ ഇത് കുടിക്കേ. അശ്വിൻ അവന്റെ കുഞ്ഞു കൈകൾ അമ്മയ്ക്ക് നേരെ നീട്ടി. നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ ചേർത്ത് പിടിച്ചു. സദസ്സിലെ ആ പ്രധാനപ്പെട്ട അതിഥി അപ്പോൾ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ചടങ്ങ് തീർന്നപ്പോൾ വാസുദേവൻ വീണ്ടും നീലിമയ്ക്ക് അരികിലേക്ക് വന്നു. വാസുദേവൻ ചുറ്റും നോക്കി. ബന്ധുക്കളൊക്കെ അഞ്ജലിയെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. നീ ഇവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിനാ ഞാൻ മറുപടി പറയേണ്ടി വരുന്നത്. ഞാൻ ആരെയും നാണം കെടുത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് മാത്ര ചടങ്ങിന് വന്നത്. നീലിമ അശ്വിനെയും കൂട്ടി തിരികെ നടന്നു. വാസുദേവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവൾ അവിടെ നിന്ന് പോയാൽ തന്റെ പദ്ധതികൾ പാളുമെന്ന് അയാൾക്ക് പേടിയുണ്ടായിരുന്നു. മോളെ, അച്ഛൻ പെട്ടെന്നുള്ള ദേഷ്യത്തില് അറിയാതെ തല്ലിയതാ. എന്തായാലും നീ വന്നതല്ലേ, ചടങ്ങ് തീരും വരെ ഇരിക്കെ. നീലിമ അത് കേട്ട് സദസ്സിൽ തന്നെ ഇരുന്നു. എന്തവിടെ പ്രശ്നം? ആദി ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല. ചേച്ചി ആ കൊച്ചിനെയും കൂട്ടി വന്നത് അച്ഛന് ഇഷ്ടായില്ല, അത്ര തന്നെ. നീലിമ അശ്വിനൊപ്പം തിരികെ വീട്ടിലേക്ക് പോവാനായി എഴുന്നേറ്റു. അപ്പോഴേക്കും വാസുദേവൻ അവിടേക്ക് വന്നു. ഒപ്പം ഒരു 50 വയസ്സ് തോന്നിക്കുന്ന ആളുമുണ്ട്. നീലിമ അയാളെയും അച്ഛനെയും നോക്കി. കുറച്ചു മുന്നേ തന്നോട് മോശമായി പെരുമാറിയ ആളെ അല്ലായിരുന്നു അപ്പോൾ അച്ഛൻ. മോളെ, ഇത് സുധാകര മേനോൻ, വലിയ ബിസിനസ്മാനൊക്കെയാ. നീലിമയെ നോക്കി വാസുദേവൻ പറഞ്ഞു. മിസ്റ്റർ സുധാകരൻ, ഇത് എന്റെ മൂത്ത മോൾ നീലിമ വാസുദേവ്. അച്ഛൻ ആദ്യമായിട്ടാണ് തന്റെ പേരിനൊപ്പം വാസുദേവന് ചേർക്കുന്നത്. അതു കേട്ടപ്പോൾ തന്നെ നീലിമയ്ക്ക് എന്തോ കുഴപ്പം വരാൻ പോകുന്നത് പോലെ തോന്നി. നീലിമ സംശയത്തോടെ അച്ഛനെ നോക്കി. മിസ്റ്റർ വാസുദേവൻ, നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. 2 മക്കളും സുന്ദരികളാണല്ലോ. നീലിമയ്ക്ക് അയാളുടെ നോട്ടം കണ്ടപ്പോൾ അറപ്പ് തോന്നി. അതെ സുധാകര,
ഇളയവളെ നല്ലൊരുത്തനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇവളെ കൂടി ഒരാളെ ഏൽപ്പിച്ചാൽ സമാധാനമായി. വാസുദേവൻ വളരെ സ്നേഹമുള്ള അച്ഛനെ പോലെ അഭിനയിക്കുന്നത് നീലിമ നോക്കി നിന്നു. മോളെ പരിചയപ്പെടാനാ സുധാകരൻ വന്നിരിക്കുന്നത്. വാസുദേവൻ പറഞ്ഞു. എന്നെയോ? എന്തിന്? അത് മോളെ, നിന്റെയും സുധാകരന്റെയും വിവാഹം അച്ഛൻ തീരുമാനിച്ചു. ഇത് നടക്കില്ലച്ചാ, നീലിമ തറപ്പിച്ചു പറഞ്ഞു. അശ്വിൻ നീലിമയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവനെ കണ്ട സുധാകര മേനോന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറി. നീലിമ സുധാകരനെ നോക്കി. അങ്കിൾ, അച്ഛൻ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. എന്താ വാസുദേവ ഇത്? ഈ കുട്ടിയോട് ചോദിക്കാതെയാണോ താൻ എന്നെ ഇവിടേക്ക് വരുത്തിയത്? സുധാകരൻ ചോദിച്ചു. വാസുദേവൻ അതിനു മറുപടി പറയാതെ തല താഴ്ത്തി. നീലിമ തുടർന്നു. പിന്നെ എനിക്കൊരു മകനുണ്ട്. അത് അച്ഛൻ പറഞ്ഞിരുന്നോ? നീലിമ ചോദിച്ചു. സുധാകര മേനോൻ വാസുദേവനെ നോക്കി. എന്തൊക്കെയാണോ ഈ കേൾക്കുന്നത്? താൻ എന്നോട് എന്തും പറഞ്ഞ് ഇങ്ങോട്ട് വിളിപ്പിച്ചത്? സുധാകര മേനോൻ ചോദിച്ചു. എടോ, അത് പിന്നെ... ആ മതി, ഞാൻ ഇറങ്ങുക. താൻ എന്നെ വിളിച്ചു വരുത്തി മോളുടെ വാലിരിക്കുന്ന മുഴുവൻ കേൾപ്പിച്ചല്ലോ, അത് തന്നെ ധാരാളം. സുധാകരൻ ഇറങ്ങിപ്പോകാൻ തുനിഞ്ഞു. അയ്യോ സുധാകര, നിക്ക്, താൻ പിണങ്ങാതെ. ഞാനല്ലേ തന്നോട് വാക്കു പറഞ്ഞത്? എന്റെ മൂത്തമോൾ തനിക്കുള്ളതാടോ. എത്രയും പെട്ടെന്ന് താനുമായി അവളുടെ വിവാഹം നടക്കും, പോരെ? ഞാനല്ലേ പറയുന്നേ, വാസുദേവൻ പറഞ്ഞു. പെട്ടെന്ന് സദസ്സിന്റെ പിറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. എന്നാൽ അതൊന്ന് കാണുമല്ലോ മിസ്റ്റർ വാസുദേവൻ. അത് കേട്ട് അഞ്ജലിയും ആദ്യം ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് മാറി. അവനെ അവിടെ കണ്ട് നീലിമ അമ്പരന്നു. ഈ കുരിശ് ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, നീലിമ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥനെ കണ്ട അശ്വിൻ ഡാഡി എന്നും വിളിച്ച് അയാളുടെ അരികിലേക്ക് ഓടി. വാസുദേവൻ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. സിദ്ധാർത്ഥ് വിശ്വ ഗ്രൂപ്പിന്റെ അവകാശിയാണെന്ന് വാസുദേവൻ അറിയാമായിരുന്നു. പ്രധാനപ്പെട്ട അതിഥിയായി അവനെ അയാളാണ് ക്ഷണിച്ചത്. പക്ഷേ സിദ്ധാർത്ഥ് എത്തിയത് ഈ തിരക്കിനും വഴക്കുകൾക്കുമിടയിൽ അയാൾ അറിഞ്ഞില്ല. എന്റെ പെണ്ണിനെ വേറൊരു ചെറുക്കൻ അന്വേഷിക്കാൻ നീയൊക്കെ ആരാ? അവന്റെ ഉറച്ച ശബ്ദം കേട്ട് ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവന്റെ നോട്ടം കണ്ടപ്പോൾ ആദിക്ക് ചെറിയ പേടി തോന്നി. ഞങ്ങൾ ഇടപെട്ടിട്ടില്ല, ആദി പറഞ്ഞു. നീലിമയ്ക്ക് ആദിയുടെ പേടി കണ്ട് ഉള്ളിൽ ചിരി പൊട്ടി. സ്വന്തം മോളെ നിങ്ങളുടെ അത്ര തന്നെ പ്രായമുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ നോക്കാൻ നാണല്ലേ വാസുദേവൻ? അല്ല, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഒറ്റയ്ക്ക് വരണ്ടെന്ന്. ഒന്നിച്ച് വന്നാ പോരായിരുന്നോ? ഒരു കാര്യവും പറഞ്ഞ അനുസരിക്കരുത് കേട്ടോ. സിദ്ധാർത്ഥ് നീലിമയെ നോക്കി പറഞ്ഞു. നീലിമ, സിദ്ധാർത്ഥ വിശ്വനാഥാണോ ഇവന്റെ അച്ഛൻ? നീലിമ മറുപടി പറഞ്ഞില്ല. അപ്പോ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക്? ഇത് എന്റെ മകനാണ്. സിദ്ധാർത്ഥ് അശ്വിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അഞ്ജലിയും ആദ്യം ഒഴികെയുള്ള എല്ലാവരും അപ്പോഴും അമ്പരപ്പ് മാറാതെ നിൽക്കുകയായിരുന്നു. സോറി സാർ, സാറിന്റെ ഭാര്യയാണ് നീലിമയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് സുധാകര മേനോൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സിദ്ധാർത്ഥ് നീലിമയെ നോക്കി. ചടങ്ങ് കഴിഞ്ഞില്ലേ, വാ പോവാം. അവൻ നീലിമയുടെ കൈ പിടിച്ചുകൊണ്ട് അവളെ ഹോളിന്റെ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, എന്താ മാഡം, പേടിച്ചുപോയോ? അന്ന് എന്നോട് കാണിച്ച ധൈര്യവും അഹങ്കാരവും ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. പിന്നെ പേടിക്കാൻ ഇയാൾ ആരാ? അല്ല അതുപോട്ടെ, താൻ എന്തിനാ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നേ? നീലിമ ചോദിച്ചു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതല്ല, ദേ ഈ കുഞ്ഞിന് വേണ്ടി ഇടപെട്ടത്. ഓ, വലിയ ഉപകാരം സർ. ഇത്രയായിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലേ? അതൊക്കെ പോട്ടെ, അന്ന് ടാക്സി ചാർജൊക്കെ എറിഞ്ഞിട്ടല്ല പോയത്. ഇന്നത്തെ ഹെൽപ്പിന് എനിക്ക് എത്രയാ തരാൻ പോകുന്നത്? സിദ്ധാർത്ഥ അവളോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ടാണ് അത് ചോദിച്ചത്. നീലിമ ആകെ വല്ലാതെയായി. അവൾ അവന്റെ അരികിൽ നിന്നും അല്പം മാറി നിൽക്കാൻ ശ്രമിച്ചു. അഞ്ജലി നീലിമയുടെ അരികിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി, ചെറുപ്പം മുതലേ ചേച്ചിക്കെല്ലാം ബെസ്റ്റാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ആദ്യമായാലും ദേ ഇപ്പോ അയാളായാലും. ആ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് നല്ല അസൂയുണ്ട്. നീലിമ മിണ്ടിയില്ല. ചേച്ചി എന്താ ഒന്നും പറയാത്തത്? പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നപ്പോൾ നീലിമ അസ്വസ്ഥയായി. നിനക്കിപ്പോ എന്താ വേണ്ടത്? അവൾ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, ചേച്ചി ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കണ്ടാ മതി. മതി, നിർത്ത്. എന്താ നിനക്കിപ്പോ പ്രശ്നം? നീലിമ ചോദിച്ചു. പ്രശ്നം ചേച്ചിക്കല്ലേ, എന്നോട് എന്തിനെപ്പോഴും ചൂടാവുന്നേ? ആദ്യമായി ഞാൻ അടുത്താണോ പ്രശ്നം? അവൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ചേച്ചി അവനെ ചതിച്ചപ്പോ ഞാൻ കൂടെ നിന്നതുകൊണ്ട് മാത്രം
അവൻ എന്നെ സ്നേഹിച്ചത്. അവൾ എന്തിനാണ് പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല. അതിന് ഞാനിപ്പോ എന്ത് വേണം? നീലിമ ചോദിച്ചു. നീ അധികം നെഗളിക്കണ്ട ചേച്ചി. നിന്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞാ ആ സിദ്ധാർത്ഥ നിന്നെ തിരിഞ്ഞു നോക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീലിമ ഒരു നിമിഷം വല്ലാതെയായി. കാരണം അശ്വിൻ ഇതെല്ലാം കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ചെറിയ കുട്ടി ആയിരുന്നാലും അശ്വിൻ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് നീലിമ ഭയന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? നീലിമ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അത് മനസ്സിലാക്കി അഞ്ജലി ചോദിച്ചു, ചേച്ചി ഇപ്പോഴും ആദ്യം സ്നേഹിക്കുന്നുണ്ടല്ലേ? മതി, നിർത്ത്. എത്ര ഷൗട്ട് ചെയ്താലും ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ആദ്യം ഉണ്ടെന്ന് എനിക്കറിയാം. അവനെ ചേച്ചിക്ക് മറക്കാൻ കഴിയില്ല. ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. നീലിമ നിയന്ത്രണം വിട്ട് ഒച്ച വെച്ചു. പെട്ടെന്ന് അഞ്ജലി നിലത്തേക്ക് വീണു. പുറമേ നിന്ന് കാണുന്നവർ അവളെ നീലിമ തള്ളിയിട്ടതാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത്. നീലിമ അമ്പരന്നു പോയി. അപ്പോഴാണ് അഞ്ജലിയുടെ പ്ലാൻ അവൾക്ക് മനസ്സിലായത്. എന്തിനാ ചേച്ചി എന്നിങ്ങനെ ദ്രോഹിക്കുന്നെ? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? നീ ചതച്ചപ്പോൾ ആദ്യയുടെ കൂടെ നിന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അഞ്ജലി നിലത്ത് നിന്ന് എഴുന്നേൽക്കാതെ ചോദിച്ചു. നീലിമ വല്ലാതെയായി. സദസ്സിലിരിക്കുന്ന എല്ലാവരും അഞ്ജലി പറഞ്ഞത് കേട്ടിരുന്നു. എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൾ അത്രയും ഉറക്കെ സംസാരിച്ചതും. നീലിമ അമ്പരന്ന് നിൽക്കെ ആദിയും വാസുദേവനും അവിടേക്ക് ഓടി വന്നു. അയ്യോ അഞ്ജലി, എന്തു പറ്റി? ആദി ഓടി വന്ന് അവളെ പിടിച്ചു. നീലിമയ്ക്ക് അവനോട് പുച്ഛം തോന്നി. മോളെ, എന്താ ഉണ്ടായേ? വാസുദേവൻ അഞ്ജലി എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ചേച്ചി തള്ളിയിട്ടതാ അച്ഛ. അഞ്ജലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എടി ഒരുമ്പെട്ടവളെ, ഏത് നശിച്ച നേരത്താണോ എന്തോ നിന്നെ തിരികെ വിളിക്കാൻ തോന്നിയത്. ഉടനെ അശ്വിൻ പറഞ്ഞു, ഈ ആന്റി കള്ളം പറയുന്നതാ, എന്റെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല. നീലിമയ്ക്ക് അത് കേട്ട് കുഞ്ഞിനെ ഒന്ന് എടുത്ത് ഉമ്മ വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സിദ്ധാർത്ഥ അവിടെ എത്തി. അവൻ അശ്വിനെ ചേർത്ത് പിടിച്ചിട്ട് അഞ്ജലിയെ രൂക്ഷമായി നോക്കി. അഞ്ജലിക്ക് അവന്റെ നോട്ടം കണ്ടപ്പോൾ പേടി തോന്നി. അഞ്ജലി അവനോട് പറഞ്ഞു, സർ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ ഫിയാൻസി ആദ്യം ചേച്ചിയും കുഞ്ഞിലെ മുതൽ ഒന്നിച്ചാ വളർന്നത്. അതിന് ചില കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു, അല്ലാതെ വഴക്കൊന്നുമല്ല. അതേപ്പറ്റി എന്ത് സംസാരിച്ചു എന്നാ പറയുന്നത്? സിദ്ധാർത്ഥ ചോദിച്ചു. അത് ചേച്ചിയും ആദ്യം സ്നേഹത്തിലായിരുന്നു. അവരുടെ വിവാഹമൊക്കെ തീരുമാനിച്ചിരുന്നതാ. ഇപ്പോഴും ചേച്ചിക്ക് ആദ്യം ഇഷ്ടമാണ്. അതുകൊണ്ട് എന്നോട് വെറുപ്പാ. അതാ സത്യം. അഞ്ജലി വളരെ ഭംഗിയായ ഒരു കള്ളം പറഞ്ഞു. ഇവനാണോ ആദ്യം? കൊള്ളാം. എന്തായാലും ഇവളുടെ പഴയ ചോയ്സ് തീരെ പോരാ. ഇത് കേട്ട് ആകെ ചമ്മിപ്പോയ അഞ്ജലിയെ നോക്കി അവൻ തുടർന്നു. എന്തായാലും ആദ്യ കൃത്യമായി ലോ ലെവലിൽ തന്നെ എത്തിയല്ലോ. ഇപ്പോഴാ ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയത്. സിദ്ധാർത്ഥ് വീണ്ടും ചിരിച്ചു. അഞ്ജലിയും ആദ്യവും നാണിച്ചു തല താഴ്ത്തി. തമാശ വിട്ടിട്ട് ഇനി ഞാനൊരു കാര്യം പറയാം. എപ്പോഴും ഞാൻ ഒരുപോലെ ക്ഷമിച്ചെന്ന് വരില്ല. കുടുംബം അടക്കമില്ലാതാക്കി കളയുന്ന. ഇത് പറയുമ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നിരുന്നു. അപ്പോഴേക്കും നീലിമയ്ക്ക് തല കറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ കൈകളിലേക്ക് അവൾ കുഴഞ്ഞു വീണു. ചുറ്റുമുള്ളവർ ഓടിവന്ന് അവളെ താങ്ങിയെടുത്തു. കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു നീലിമ. ഹാ, നീ എണീറ്റോ? വാസുദേവൻ ചോദിച്ചു. നീലിമ അതിനു മറുപടി പറയാതെ വീണ്ടും അശ്വിനെ വിളിച്ചു. മോനെ അച്ചു. വിളിക്കണ്ട, അവനിവിടെ ഇല്ല. അഞ്ജലിക്കൊപ്പം വീട്ടിലേക്ക് പോയി. വാസുദേവൻ പറഞ്ഞു. എന്തിനാ അവളുടെ കൂടെ എന്റെ മോനെ പറഞ്ഞു വിട്ടത്? നിനക്ക് ബോധം വരുന്നവരെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിർത്തേണ്ട കാര്യം എന്താ? അച്ഛന് പെട്ടെന്ന് അശ്വിനോട് എന്തെത്ര സ്നേഹമെന്ന് നീലിമ ആലോചിച്ചു. അയാൾ തുടർന്നു. അവനിങ്ങ് വന്നോളൂ. അല്ല, നീയും സിദ്ധാർത്ഥ വിശ്വയുമായി എന്താ ശരിക്കും ബന്ധം? നീലിമയ്ക്ക് വല്ലാത്ത പേടി തോന്നി. അശ്വിനെ അവർ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സിദ്ധാർത്ഥിനോട് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അടുപ്പവും തനിക്കില്ല. എന്നാ ഈ അവസ്ഥയിൽ പറയാതിരിക്കാനും വയ്യ. അശ്വിൻ ഇപ്പോൾ തന്നെ അമ്മയെ കാണാതെ പേടിച്ച് കരഞ്ഞു തുടങ്ങിക്കാണും. അവൾ ചിന്തിച്ചു. എന്തായാലും സിദ്ധാർത്ഥിനെ ചെന്ന് കാണാൻ തന്നെ നീലിമ തീരുമാനിച്ചു. ഗൂഗിളിൽ തിരഞ്ഞ് അവൾ വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസ് കണ്ടുപിടിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ അവൾ അവിടേക്ക് ചെന്നു. എനിക്ക് മിസ്റ്റർ സിദ്ധാർത്ഥ വിശ്വനാഥനൊന്ന് കാണണമായിരുന്നു, നീലിമ പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. ഇല്ല, അത്യാവശ്യമാണ്, ഒന്ന് കണ്ടേ പറ്റൂ. അവൾ അടുത്ത് ചെന്നപ്പോഴേക്കും
സിദ്ധാർത്ഥ് മറ്റൊരു വഴിയിലൂടെ കാറിലേക്ക് കയറിയിരുന്നു. അശ്വിന്റെ മുഖം ഓർത്തപ്പോൾ നീലിമ മറ്റൊന്നും ചിന്തിക്കാതെ സിദ്ധാർത്ഥിന്റെ കാറിന് മുന്നിലേക്ക് ചാടി. ഡ്രൈവർ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി. അയാൾ പറഞ്ഞു, മാഡം, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? എനിക്ക് സാറിനൊന്ന് കാണണം, അവൾ പറഞ്ഞു. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് ഡ്രൈവർക്ക് മനസ്സിലായി. പക്ഷേ സിദ്ധാർത്ഥിനോട് ചോദിച്ചാൽ അയാൾ വഴക്ക് പറയും എന്നുറപ്പാണ്. മാഡം, സാറ് കുറച്ച് തിരക്കിലാണ്, നിങ്ങൾ പിന്നെ വരൂ. അയ്യോ, അത് പറ്റില്ല, വളരെ അത്യാവശ്യമാണ്, സാറിനോടൊന്ന് പറയാമോ? ഇത് കേട്ട് ഡ്രൈവർ സിദ്ധാർത്ഥിനെ നോക്കി. ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ ഇരിക്കുകയാണ് സിദ്ധാർത്ഥ്. ഡ്രൈവർ അവനോട് കാര്യം പറഞ്ഞു. ഞാനിപ്പോ തിരക്കിലാണെന്ന് പറ, അവൻ പറഞ്ഞു. ഡ്രൈവർ തല പുറത്തേക്ക് നീട്ടിയിട്ട് അത് അവളോടും പറഞ്ഞു. അവൾ സിദ്ധാർത്ഥിനെ കാണാതെ പോകില്ലെന്ന് മനസ്സിലായപ്പോൾ ഡ്രൈവർ നിസ്സഹായനായി പിൻ സീറ്റിലേക്ക് നോക്കി. അവളോട് കാറിനുള്ളിൽ കയറാൻ പറ, സിദ്ധാർത്ഥ് പറഞ്ഞു. ഇത് കേട്ട് ഡ്രൈവർ പുറത്തിറങ്ങി ചെന്ന് നീലിമയോട് പറഞ്ഞു. കാറിലേക്ക് കയറാൻ പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം കാര്യം പറഞ്ഞിട്ട് പോകും മാഡം, എനിക്കൊരു സഹായം വേണം, അവൾ ഗദ്ഗദത്തോടെ പറഞ്ഞു. ഇത് കേട്ട് സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിച്ചു. നിനക്ക് സഹായമോ? കൊള്ളാമല്ലോ, ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ മുൻപ് കണ്ടപ്പോ പറഞ്ഞത്. സോറി സർ, സഹായം ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പാടില്ലായിരുന്നു. അവൾ പുറത്തിറങ്ങി ഡോർ അടച്ചു. പെട്ടെന്ന് വെയിലിലേക്ക് ഇറങ്ങിയതുകൊണ്ട് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വീട്ടിലല്ലാതെ അച്ഛൻ മറ്റെവിടെയും അശ്വിനെ പാർപ്പിക്കാൻ സാധ്യതയില്ല എന്നവൾക്ക് തോന്നി. അപ്പോഴാണ് അഞ്ജലിയും ആദിയും അങ്ങോട്ട് വരുന്നത് അവൾ കണ്ടത്. അവർ രണ്ടുപേരും അശ്വിനെ കാണാനായി പോകുകയാണെന്ന് മനസ്സിലാക്കിയ നീലിമ അവർക്കൊപ്പം പോകുവാൻ തീരുമാനിച്ചു. അശ്വിനെ ഒളിപ്പിച്ച സ്ഥലം കണ്ടുപിടിക്കാൻ അതേയുള്ളൂ ഇനിയൊരു മാർഗം. അഞ്ജലിയും ആദിയും ഉടനെ വീട്ടിൽ നിന്നിറങ്ങി. പിന്നാലെ അവർ കാണാതെ നീലിമയും. ആദിയുടെ കാർ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി പോകുന്നത് ഓട്ടോയിലിരുന്ന നീലിമ കണ്ടു. അവൾ അവർക്ക് പിന്നാലെ ചെന്നു. അപ്പോഴേക്കും അഞ്ജലിയും ആദിയും ഹോട്ടലിന്റെ അകത്തേക്ക് കയറിയിരുന്നു. നീലിമ അവരുടെ പിറകെ പോവാൻ ശ്രമിച്ചപ്പോൾ റിസപ്ഷനിസ്റ്റ് അവളെ തടഞ്ഞു. പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി. നീലിമ എഴുന്നേറ്റ് നേരെ ചെന്ന് റിസപ്ഷനിസ്റ്റിനെ കണ്ടു. ഹലോ, ഞാൻ വന്നത് ഒരു ജോലിക്കാരെ സംസാരിക്കാൻ നിങ്ങളുടെ സൂപ്പർവൈസറെ കാണാനാണ്, നീലിമ പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് അത് വിശ്വസിച്ചു. അവർ വിളിച്ചു പറഞ്ഞപ്പോൾ സൂപ്പർവൈസർ നീലിമയെ അകത്തേക്ക് വിളിപ്പിച്ചു. അവൾ ആകാംക്ഷയോടെ അകത്തേക്ക് നടന്നു. ഹോട്ടലിലെ ജോലിക്കാരിയായ മറ്റൊരു പെൺകുട്ടിയെ അരികിലേക്ക് വിളിച്ച് അയാൾ നീലിമയെ പരിചയപ്പെടുത്തി. സാന്ദ്ര, ഇത് നീലിമ, പുതിയതായി ജോലിക്ക് വന്നതാണ്, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. സാന്ദ്രയുടെ ഒപ്പം നീലിമ കയറി പോകുന്നത് സിദ്ധാർത്ഥ് കണ്ടിരുന്നു. അവൾ തന്നെ കാണാനും വീണ്ടും എന്തെങ്കിലും സഹായം ചോദിക്കാനും വേണ്ടിയാകും അവിടേക്ക് വന്നതെന്ന് അവൻ ചിന്തിച്ചു. അതെ, CCTV ഒക്കെയുള്ള കൺട്രോൾ റൂം എവിടെയാ? നീലിമ പെട്ടെന്ന് ചോദിച്ചു. എന്തിനാ കുട്ടിക്ക് അത്? അല്ലടോ, ഇപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെയല്ലേ എല്ലാവരും പോകുന്നേ, അപ്പോ അതല്ല ആദ്യം കാണേണ്ടത്, നീലിമ ചോദിച്ചു. സംശയത്തോടെ അവളെ ഒന്ന് നോക്കിയെങ്കിലും സാന്ദ്ര കൺട്രോൾ റൂം എവിടെയാണെന്ന് അവൾക്ക് പറഞ്ഞുകൊടുത്തു. അവിടെ ഒരു മുറിക്ക് മുന്നിൽ മാത്രം 2 ബോഡിഗാർഡ് കാവൽ നിൽക്കുന്നതായി അവൾ കണ്ടു. ഉറപ്പായും അശ്വിൻ അതിലുണ്ടാവും. ആ മുറിയിൽ കയറാൻ എന്താ വഴി? നീലിമ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു വെയിറ്റർ ട്രോളിയുമായി ആ മുറിയിലേക്ക് പോകാൻ ഭാവിക്കുന്നത് അവൾ കണ്ടത്. അവൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാൻ ന്യൂ ജോയിനിയാണ്, നിങ്ങൾ വളരെ ക്ഷീണിച്ചല്ലോ, ഇത്തിരി നേരം റെസ്റ്റ് എടുത്തോളൂ, ഇത് ഞാൻ കൊണ്ടുകൊടുക്കാം, നീലിമ പറഞ്ഞു. അത് കേട്ട് അയാൾ അവളെ ഒന്ന് നോക്കി. അവളുടെ വെയിറ്റർ വേഷം കണ്ടപ്പോൾ അയാൾ മറുത്തു പറഞ്ഞില്ല. അവൾ ഉടനെ ആഹാരം നിറച്ച ട്രോളിയും തള്ളിക്കൊണ്ട് ബോഡി ഗാർഡ്സിന് അരികിലേക്ക് നടന്നു. ചെക്കിങ്ങിന് ശേഷം അവൾ മുറിയിലേക്ക് കയറി. മുറിയിൽ വെളിച്ചമില്ലായിരുന്നു. നീലിമ ചെന്ന് ലൈറ്റ് ഇട്ടു. അവിടെയെല്ലാം തിരഞ്ഞിട്ടും അവൾക്ക് മകനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവരെവിടെയാണ് എന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചിരിക്കുന്നത്? നീലിമ ചിന്തിച്ചു. എല്ലായിടത്തും ഒന്നുകൂടെ തിരഞ്ഞ ശേഷം നിരാശയോടെ നീലിമ അവിടെ നിന്നും മടങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാണ് കുളിമുറിയിൽ നിന്നും ആരോ കുളിക്കുന്ന ശബ്ദം അവൾ കേട്ടത്. ഉള്ളിൽ ഒരു പുരുഷനാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ തന്നെ കാണുന്നതിന് മുൻപ് പുറത്തിറങ്ങാൻ അവൾ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് അവളുടെ കൈ തട്ടി മേശപ്പുറത്തിരുന്ന ഫ്ലവർ വേസ് നിലത്ത് വീണുടഞ്ഞു. കുളിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് ഈ ശബ്ദം കേട്ട് ടവലെടുത്ത് പുതച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു.
സിദ്ധാർത്ഥിനെ കണ്ട് നീലിമ അമ്പരന്ന് പോയി. എന്റെ ദേവി, പിന്നെ ഞാൻ ഈ കാലന്റെ കയ്യിലാണല്ലോ വന്ന് പെട്ടത്. നീലിമ മനസ്സിൽ പറഞ്ഞു. നിലത്ത് വീണ് കിടക്കുന്ന നീലിമയെ സിദ്ധാർത്ഥ് കണ്ടു. അവൾ തന്നെ തേടി ആ മുറിയിലേക്ക് വന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല. അവൻ അവളെ രൂക്ഷമായി നോക്കി. നിന്നെക്കൊണ്ട് വലിയ ശല്യമായല്ലോ, നീ ഇവിടെ എത്തിയോ? നാശം, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് നീലിമ എഴുന്നേറ്റ് നിന്നു. സി മിസ്റ്റർ സിദ്ധാർത്ഥ്, സത്യമായിട്ടും ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല, വേറൊരു ആവശ്യത്തിന് വന്നതാ. എന്റെ മുറിയില് അങ്ങനെ എന്താവശ്യം നിനക്ക്? സിദ്ധാർത്ഥിന്റെ ചോദ്യത്തിന് നീലിമ മറുപടി പറഞ്ഞില്ല. നീലിമ പുറത്തെ കോറിഡോറിലെത്തി. അപ്പോൾ അതിലൂടെ സാന്ദ്ര വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് VIP ഏരിയ ആണ്, ഇവിടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കാൻ പാടില്ല. താൻ വാ, കുറെ സ്ഥലം ഇനിയും കാണാനുണ്ട്. നീലിമ അത് കേട്ട് സാന്ദ്രയുടെ ഒപ്പം നടന്നു. അപ്പോൾ മുറിയിൽ തന്റെ ബോഡി ഗാർഡുമായി സംസാരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. അവൾ എങ്ങനെ മുറിയിൽ കയറി? സർ, ആ കുട്ടി ഇവിടുത്തെ സ്റ്റാഫാണ്, ഇന്ന് ജോലിക്ക് ചേർന്നതാ, അതാ ഞങ്ങൾ അകത്തേക്ക് വിട്ടത്. ബോഡി ഗാർഡിൽ ഒരാൾ പറഞ്ഞു. ജോലിക്കോ? നിങ്ങള് ശരിക്കും അന്വേഷിച്ചോ? യെസ് സർ, ശരിക്കും അന്വേഷിച്ചതാ. ആ കുട്ടി ജോലിക്ക് വന്നതാണ്, ബോഡി ഗാർഡ് ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് ഒരു നിമിഷം ചിന്തിച്ചു. കുഞ്ഞിനെ അന്വേഷിച്ചു വന്നു എന്നാണ് തന്നോട് പറഞ്ഞത്. അപ്പോൾ അവൾ വീണ്ടും കള്ളം പറഞ്ഞിരിക്കുന്നു. അവരുടെ അടുത്തുള്ള മുറിയിൽ നിന്ന് ആരൊക്കെയോ ഉച്ചത്തിൽ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് മാനേഴ്സ് ഇല്ലാത്ത ടീം, ആരാണെന്ന് പോയി നോക്ക്. അത് അവരുടെ കൂടെയുള്ള ഒരു കൊച്ചുകുട്ടി കരയുന്നതാ സർ. അതെന്താ കുട്ടി കരയുന്നത്? അവരുടെ കൂടെ സ്ത്രീകൾ ആരുമില്ലേ? ഇല്ലെന്ന് തോന്നുന്നു, ബോഡി ഗാർഡ് പറഞ്ഞു. പെട്ടെന്ന് നീലിമ മകനെ കാണാനില്ലെന്ന് പറഞ്ഞ കാര്യം സിദ്ധാർത്ഥിന് ഓർമ്മ വന്നു. അവൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ മുറിയിലുള്ളത് അവളുടെ മകനായിരിക്കണം. അവിടെ ചെന്ന് നോക്കാൻ തന്നെ സിദ്ധാർത്ഥ് തീരുമാനിച്ചു. ഉടനെ അവൻ മുറിയിൽ നിന്നിറങ്ങി. എന്നിട്ട് അടുത്ത മുറിയുടെ വാതിൽ തട്ടി. അപ്പോൾ വീണ്ടും അതേ ആൾ വന്ന് വാതിൽ തുറന്നു. ആ കുട്ടി എന്തിനാ കരയുന്നത്? അതിന്റെ അമ്മ കൂടെയല്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. കുട്ടികളാവുമ്പോ കരയും, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? സിദ്ധാർത്ഥ് അയാളെ പിന്നിലേക്ക് പിടിച്ചു തള്ളി. അയാൾ പിന്നിലേക്ക് വീണപ്പോൾ വാതിൽ മലർക്കെ തുറന്നു. ആ മുറിയിൽ ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്ന ഒന്നിലധികം പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അശ്വിനെ അയാൾ കണ്ടു. ഒരാൾ അശ്വിന്റെ വായ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. അപരിചിതനായ ഒരാൾ മുറിയിലേക്ക് കടന്നു വന്നത് കണ്ട് അയാൾ പെട്ടെന്ന് കൈയെടുത്തു. അവൻ അകത്തേക്ക് ഓടിച്ചെന്ന് അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ഗുണ്ട പിടിവിട്ട് നിലത്തേക്ക് വീണു. അശ്വിൻ അവശനായിരുന്നു. അശ്വിൻ, അവരെന്തിനാ മോനെ ഇവിടെ കൊണ്ടുവന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് അവരില്ലേ ഡാഡി, അമ്മ തള്ളിയിട്ടെന്ന് പറഞ്ഞ ആ ആന്റി ഇല്ലേ, അവരെന്നെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടത്. ഡാഡി, അവരെയൊന്നും കണ്ടിട്ട് ഞാൻ പേടിച്ചില്ല. അതെന്താന്നറിയോ? ഡാഡി എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വരുമെന്ന് എനിക്കറിയായിരുന്നു. അശ്വിൻ കൊഞ്ചലോടെ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി ചിരിച്ചു. എനിക്ക് എന്റെ അമ്മയെ കാണണം, അശ്വിൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കുഞ്ഞു കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് എങ്ങനെയാ? ശബ്ദമുയർത്തി എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവന്റെ കരച്ചിൽ കൂടുകയുള്ളൂ എന്ന് സിദ്ധാർത്ഥിന് തോന്നി. അവന് ശരിക്കും അമ്മയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ട് സിദ്ധാർത്ഥ് അശ്വിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്റെ ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് അറിയില്ലല്ലോ, നീലിമ സ്വയം പറഞ്ഞു. അപ്പോഴേക്കും അവൾ നിൽക്കുന്നതിന്റെ അടുത്തുള്ള ലിഫ്റ്റ് തുറന്ന് അഞ്ജലി ഇറങ്ങി വന്നു. അഞ്ജലിയെ ഫോളോ ചെയ്താൽ അശ്വിനുള്ള മുറി കണ്ടുപിടിക്കാമെന്ന ചിന്തയിൽ നീലിമ അവളെ പിന്തുടർന്നു. അഞ്ജലി ആ ഇടനാഴിയിലൂടെ നടന്ന് ഒരു മുറിക്ക് മുന്നിലെത്തി. നീലിമ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അഞ്ജലി വാതിൽ തട്ടിയപ്പോൾ അകത്തു നിന്ന് 2 പുരുഷന്മാർ ഇറങ്ങി വന്നു. എവിടെ അവൻ? അഞ്ജലി മുറിയിൽ നിന്നിറങ്ങിയ പുരുഷനോട് ചോദിച്ചു. അത് മാഡം, അവൻ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞു. ഒരു ചെറിയ കുഞ്ഞിനെ നോക്കാൻ പറ്റാത്ത നീയൊക്കെ എവിടത്തെ ഗുണ്ടയാണോ? സോറി മാഡം. അവർ തല താഴ്ത്തി. ഇതെല്ലാം കേട്ട് പേടിച്ചു നിൽക്കുകയായിരുന്നു നീലിമ. കുഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും പോയി എന്നറിഞ്ഞ ഉടനെ അവൾ അവർക്കരികിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അഞ്ജലി, എന്റെ മോൻ എവിടെ? മര്യാദയ്ക്ക് എന്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തന്നോ? നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി അവളെ അമ്പരപ്പോടെ നോക്കി. നീലിമയെ അഞ്ജലി അവിടെ പ്രതീക്ഷിച്ചതല്ല. ചേച്ചി, അത് പിന്നെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ. ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും മര്യാദയ്ക്ക് എന്റെ മോനെ തിരിച്ചതാ, ഇല്ലേ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. നീലിമ ഫോൺ എടുത്ത് പോലീസ് കൺട്രോൾ റൂം നമ്പർ ഡയൽ ചെയ്യാൻ ഒരുങ്ങി.
എടോ, എന്തു നോക്കി നിൽക്കുക? അവള് പോലീസിൽ വിളിച്ച എല്ലാരും കുടുങ്ങും. അത് പറഞ്ഞത് കേട്ട് അവളുടെ ആളുകൾ നീലിമയുടെ അരികിലേക്ക് വന്ന് അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി. കൊണ്ടുപോയി ആ മുറിയിലിട്ട് പൂട്ട്. അഞ്ജലി പറഞ്ഞത് കേട്ട് അവളുടെ ആളുകൾ നീലിമയെ പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോയി. നീലിമ കുതറാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. അഞ്ജലി പ്ലീസ്, എന്നെ പോവാൻ സമ്മതിക്ക്. അഞ്ജലി നീലിമയെ ഒരു മുറിയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവൾ നീലിമയുടെ അടുത്ത് തന്നെ ഇരുന്ന് ഫോണിൽ റീൽസ് കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു. അവളെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു നീലിമയ്ക്ക്. അപ്പോഴാണ് അച്ഛൻ വാസുദേവൻ അവിടേക്ക് കയറി വരുന്നത്. അയാളെ കണ്ടപ്പോൾ നീലിമ മുഖം തിരിച്ചു കളഞ്ഞു. അയാളെ അച്ഛനായി കാണാൻ വരെ അവൾക്കിനി സാധിക്കില്ലായിരുന്നു. അത്രത്തോളം അയാൾ മകളെ ദ്രോഹിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവളുടെ ഏക ആശ്രയമായ കുഞ്ഞിനെയും അവളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. വാസുദേവൻ നീലിമയെ ശ്രദ്ധിക്കാതെ അഞ്ജലിയുടെ അടുത്തേക്ക് നടന്നു. അഞ്ജലി അച്ഛനെ കണ്ട് എഴുന്നേറ്റ് നിന്നു. എന്തായി മോളെ, അതിനെ കിട്ടിയോ? ഇല്ല അച്ഛാ, ആ ചെക്കൻ പഠിച്ച കള്ളനാണ്. എവിടെയെങ്കിലും കയറി ഒളിച്ചിരിപ്പുണ്ടാവും, അഞ്ജലി പറഞ്ഞു. അഞ്ജലി, ഇപ്പോഴും നിനക്ക് ഞാൻ തന്ന ഔദാര്യമാണ് നിന്റെ ജീവിതം, അത് മറക്കരുത്. നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി ഒന്ന് പകച്ചുപോയി. അവൾ എന്തെങ്കിലും പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം അച്ഛനറിയും. അപ്പോഴേക്കും അവിടേക്ക് സത്യഭാമ കയറി വന്നു. നീലിമയെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ഉള്ളിൽ സന്തോഷം തോന്നി. അവൾ പറഞ്ഞു, അതെ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഒന്ന് വന്നേ. സംസാരം നീലിമ കേൾക്കാതെ ഇരിക്കാനാണ് അവർ വാസുദേവനെ പുറത്തേക്ക് വിളിച്ചത്. സത്യഭാമയ്ക്ക് പിന്നാലെ അഞ്ജലിയും വാസുദേവനും മുറിയിൽ നിന്നിറങ്ങി. സത്യഭാമ ഭർത്താവിനെ നോക്കി പറഞ്ഞു, അല്ല, നിങ്ങൾക്കെന്താ വെളിവില്ലാതെയായോ? ആ സിദ്ധാർത്ഥ വിശ്വ ഇവളെപ്പോലെ ഒരുത്തിയെ വിവാഹം ചെയ്യുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുവോ? പെണ്ണ് എവിടെയോ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് തിരിച്ചു വന്നതാന്ന് എനിക്ക് തോന്നുന്നത്. അത് വല്ല തെരുവ് തെണ്ടിക്കും ജനിച്ച കൊച്ചായിരിക്കും, അല്ലാതെ സിദ്ധാർത്ഥ അത്ര മണ്ടനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ അവൻ മകനാണെന്ന് സിദ്ധാർത്ഥ പറഞ്ഞതോ? വാസുദേവന്റെ ചോദ്യം കേട്ട് ഇനി ഒരു പക്ഷേ അത് അവന്റെ കുഞ്ഞു തന്നെ ആയിരിക്കുമോ എന്ന് അഞ്ജലിക്കും സത്യഭാമയ്ക്കും സംശയം തോന്നി. അത് വെറുതെ പറഞ്ഞതാവൂ അച്ഛാ, അഞ്ജലി പറഞ്ഞു. അത് കേട്ട് വാസുദേവന്റെ മുഖത്ത് വിഷാദം നിഴലിച്ചു. അത് അശ്വിനെയും നീലിമയും ഓർത്തായിരുന്നില്ല. മകനെ വെച്ച് വിലപേശിയാൽ സിദ്ധാർത്ഥന്റെ കമ്പനിയുമായി സഖ്യമുണ്ടാക്കാമെന്നും അതുവഴി ബിസിനസ് രംഗത്ത് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള തന്റെ പദ്ധതികൾ ഇനി നടക്കില്ലല്ലോ എന്നോർത്താണ് വാസുദേവൻ വിഷമിച്ചത്. മനുഷ്യ, നിങ്ങളൊരു കാര്യം ചെയ്യ്. നേരത്തെ പ്ലാൻ ചെയ്ത പോലെ സുധാകരനുമായി ഇവരുടെ കല്യാണം നടത്താൻ നോക്ക്. അതായിപ്പോ നല്ലത്. അയാൾക്കും പൂത്ത കാശുണ്ടല്ലോ. നമുക്ക് ആരായാലും എന്താ, കാശ് കിട്ടിയാ പോരെ. സത്യഭാമ തന്മയത്വത്തോടെ കാര്യം അവതരിപ്പിച്ചു. അമ്മ പറഞ്ഞതാ ശരിയച്ചാ, നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. നീലിമയെ ആ കിളവനെ കൊണ്ട് കെട്ടിക്കാൻ അഞ്ജലിക്കായിരുന്നു കൂടുതൽ തിടുക്കം. അങ്ങനെയാണെങ്കിൽ സിദ്ധാർത്ഥ് എന്ന സുന്ദരനായ ബിസിനസ്സുകാരനെ നീലിമയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കാമെന്ന് അവൾ ചിന്തിച്ചു. എന്താടി, നാക്കറങ്ങിപ്പോയോ? അഞ്ജലി ചോദിച്ചു. നീലിമ ദേഷ്യത്തോടെ പറഞ്ഞു, വേണ്ട അഞ്ജലി, നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. നീ എന്നെ പ്രകോപിപ്പിച്ചാലും ഞാൻ ദേഷ്യപ്പെടില്ല. കാരണം എന്റെ കുഞ്ഞു മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ഓ, എന്നാ ഇനി അവനെ നോക്കണ്ട. ഇപ്പൊ തന്നെ വല്ലവനും തട്ടിക്കൊണ്ടുപോയി കണ്ണു ചുഴുന്ന് ഭിക്ഷിക്കിരുത്തി കാണും. എന്നെ നിനക്കറിയാമല്ലോ. ഞാൻ പറയുന്നത് പോലെ നിന്നില്ലേ, പിന്നെ നിന്റെ മോനെ നീ ഒരിക്കലും കാണില്ല. ഒരു പിതാവിന് ഇത്രത്തോളം തരം താഴാൻ പറ്റുമോ എന്നായിരുന്നു അവളുടെ അപ്പോഴത്തെ ചിന്ത. നീ സുധാകരനെ തന്നെ വിവാഹം കഴിക്കും. ഞാൻ അയാൾക്ക് വാക്കു കൊടുത്തതാണ്. എനിക്ക് വാക്കു മാറ്റാൻ പറ്റില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ വാക്കു കൊടുത്തത്? എന്റെ ജീവിതം വെച്ച് വിലപേശാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? നീലിമ ചോദിച്ചു. നീ എന്റെ മോളല്ലേ, നീ സമ്മതിക്കുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. വാസുദേവൻ വീണ്ടും ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? എന്റെ ശവം കണ്ടാ മതിയോ? നീലിമ നിയന്ത്രണം വിട്ട് ചോദിച്ചുപോയി. പിറ്റേന്ന് നീലിമയെ പൂട്ടിയ മുറിയിലേക്ക് ഒരാൾ കടന്നു വന്നു. നീലിമയെ കൂട്ടിക്കൊണ്ടുപോവാൻ വാസുദേവൻ അയച്ച ആളായിരുന്നു അത്. നീലിമയ്ക്ക് തല ഉയർത്തി നോക്കാൻ പോലും ശേഷിയുണ്ടായിരുന്നില്ല. വാസുദേവൻ അയച്ച ആൾ നീലിമയെ അവിടെ നിന്നും ഹോട്ടൽ ബ്ലൂ ലഗൂണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ഹോട്ടലിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ചിന്തയിൽ നീലിമ അയാൾക്കൊപ്പം ഹാളിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഒരു ടേബിളിൽ വാസുദേവനും സുധാകരനും സംസാരിക്കുകയായിരുന്നു. നീലിമയെ കണ്ടവർ രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ വാസുദേവൻ പറഞ്ഞു, താ വന്നല്ലോ. നീലിമ അത് കേട്ട് പുച്ഛത്തോടെ അയാളെ രൂക്ഷമായി നോക്കി. കേട്ടോ മോളെ,
സുധാകരൻ നിന്നെ കാണാൻ തിടുക്കപ്പെട്ടിരിക്കുമായിരുന്നു. വാസുദേവൻ പറഞ്ഞു. ആണോ അങ്കിൾ? നീലിമ അയാളെ പരിഹസിച്ചു. അല്ല, ഈ കൊച്ചിന് മുഖം എന്താ കടുന്നല് കുത്തിയതുപോലെ? സുധാകര മേനോൻ ചോദിച്ചു. അത് അവളും ഞാനും ഇന്നൊരു ചെറിയ വഴക്കുണ്ടായി, അതിന്റെ പിണക്കത്തിലാ. പിന്നെ ഇവള് വലിയ വാശിക്കാരിയാ കേട്ടോ സുധാകര. താൻ കുറച്ച് പാടുപെടും. അതൊന്നും സാരമില്ലടോ. പാടുപെട്ടാലെന്താ, കൊച്ചു രാജകുമാരിയെ പോലെയല്ലേ. ഇവൾക്ക് വേണ്ടി ഞാൻ ഇത്തിരി പാടുപെടാൻ തന്നെ തീരുമാനിച്ചു. സുധാകര മേനോൻ നീലിമയുടെ ശരീരം നോക്കിയാണ് അത് പറഞ്ഞത്. നീലിമയ്ക്ക് അത് കണ്ടപ്പോൾ അറപ്പ് തോന്നി. അവൾ നിൽക്കുന്നതിന്റെ എതിരെ ഒരു ടേബിളിൽ സിദ്ധാർത്ഥ് ഇരിപ്പുണ്ടായിരുന്നു. നീലിമ അവനെ കണ്ടില്ല. സിദ്ധാർത്ഥ് നീലിമയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനായി എത്തിയതാണ് അവൻ. ഭക്ഷണം കഴിക്കാനായി VIP റെസ്റ്റോറന്റിലേക്ക് യാദൃശ്ചികമായി വന്നപ്പോഴാണ് സുധാകര മേനോന്റൊപ്പം നീലിമയെ അവൻ കാണുന്നത്. അവളെ അവളുടെ അച്ഛൻ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാണ് എന്നവന് അവളുടെ പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി.